ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, ഈ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുക എപ്പോഴായിരിക്കും? അൻവറിന് വോട്ട് ഉണ്ടോ? ഗവൺമെന്റ് LP സ്കൂൾ മാങ്കൂത്ത് ഇവിടെ 5 ബൂത്തുകളാണുള്ളത്. ഇതിൽ 202 നമ്പർ ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്യാനെത്തുക. അദ്ദേഹം 6:45 വീട്ടിൽ നിന്നും ഇറങ്ങി 7 മണിക്ക് ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അൻവറിന് ഈ മണ്ഡലത്തിലുള്ള ആളല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ടില്ല. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ട്. അവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സമയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മഞ്ഞ മണ്ഡലത്തിലാകെ പോകാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. അതിനായിരിക്കും ശ്രമിക്കുക. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ രാവിലെ 7 മണിയോടുകൂടി തന്നെ വോട്ട് ചെയ്യും. PV അബ്ദുൾ വഹാബ് MP 7 മണിക്ക് ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തും. അങ്ങനെ മണ്ഡലത്തിലെ പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് 10 മണിക്കാണ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യുക. അങ്ങനെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം മണ്ഡലത്തിലാകമാനം ഓരോ ബൂത്തുകളിലും എത്തും. അവിടെ എത്തി ആളുകളെ കാണും. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിൽ 5 ബൂത്തുകളാണുള്ളത്. 197, 198, 99, 200, 202 എന്നിങ്ങനെ 5 ബൂത്തുകളാണുള്ളത്. 5 ബൂത്തുകളിലും 5:30 കൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ഏകദേശം 50 വോട്ടുകളാണ് പരമാവധി ചെയ്തു നോക്കുക. നിലവിൽ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 6:30 കൂടി തന്നെ പൊതുജനങ്ങൾ വോട്ടിങ്ങിനായി എത്തിച്ചേരും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഏകദേശം 6:30 കൂടി എത്തിച്ചേരും. 7 മണിയോട് കൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ പോളിംഗ് ബൂത്തുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ വെബ്കാസ്റ്റിംഗ്, CCTV സർവൈലൻസ് എല്ലാ ബൂത്തുകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗിന് എത്തുന്ന ആളുകൾ മൊബൈൽ ഫോൺ അകത്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അകത്തേക്ക് കയറ്റാൻ പാടില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് മൊബൈൽ സൂക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൗണ്ടർ ഇവിടെയുണ്ട്. അത്തരത്തിൽ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പോളിംഗിനായി, വോട്ടെടുപ്പിനായി മണ്ഡലം തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ എത്തിച്ചേരുന്നവർക്ക് കൃത്യമായും എല്ലാം മനസ്സിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണുങ്ങൾ, പുരുഷന്മാർ നിൽക്കുന്ന സ്ഥലം, സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലം, അവർ ഏത് വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ബൂത്തിന് മുൻപിലും ബൂത്ത് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ ഉള്ള 10 സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ആ സ്ഥാനാർത്ഥികളുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ ചിഹ്നം അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. 7 മണിയോടുകൂടി തന്നെ ഹെൽപ്പ് ഡെസ്കിൽ ആളുകൾ വന്നിരിക്കും, ഉദ്യോഗസ്ഥർ വന്നിരിക്കും. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ബ്രോഷർ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തിലും ഇത്തരം ബ്രോഷറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വോട്ട് ചെയ്യാമെന്നതിനെ പറ്റി കാണിക്കുന്ന തരത്തിലുള്ള ബ്രോഷറുകളുണ്ട്. അത് അത്തരത്തിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവരും അക്കാര്യങ്ങൾ വ്യക്തമാക്കി തരും. അങ്ങനെ എല്ലാ വിധത്തിലും വോട്ടെടുപ്പിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായി കഴിഞ്ഞു. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും ഏജന്റുമാരെത്തി അവർ ഈ മോക്ക് പോളിംഗ് ചെയ്തു. അത് ഇപ്പോൾ നിലവിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണ തോതിൽ സജ്ജമായിരിക്കുന്നു. അഖില.